ഇമോഷണൽ അബ്യൂസ് ചെയ്യുന്നവരുടെ ടാക്ടിക്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന്, ഇവർ നിങ്ങളെ എല്ലാത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യും. അത് വർക്കിൽ നിന്നാകാം, ഫാമിലിയിൽ നിന്നാകാം, ഫ്രണ്ട്സിൽ നിന്നാകാം, കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വരെ ആകാം. രണ്ടാമത്തത്, ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ജലസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പൊസസീവ് ആയിട്ട് കാണിക്കും. മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ള സംശയം വരെ പറയും. അപ്പോൾ ഈ ഒരു ടാക്ടിക്കും ഇവർ യൂസ് ചെയ്യുന്നതാണ്. മൂന്ന്, വല്ലാതെ നിങ്ങളെ ത്രട്ടൺ ചെയ്യും, വല്ലാതെ പേടിപ്പിക്കും, ഭീഷണിപ്പെടുത്തും. അങ്ങനെയുള്ള ടാക്ടിക്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. നാല്, കുട്ടികളെ ഉപയോഗിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യും. നീ ഈ ഒരു തീരുമാനം എടുത്താൽ നിന്റെ കുട്ടികളാണ് സഫർ ചെയ്യുക. എനിക്ക് മിക്ക സെഷൻസിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പോയാൽ ഈ കുട്ടികളാണ് അനുഭവിക്കുക എന്നുള്ളത്. അപ്പൊ സ്ത്രീകൾ ഇത് പേടിച്ചിട്ട് ഈ റിലേഷൻഷിപ്പ് തന്നെ തുടരാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പൊ മനസ്സിലാക്കുക, ഡിവോഴ്സ് വഴി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം മാത്രമാണ് തീരുന്നത്. എങ്ങനെയാണ് കുട്ടിയുമായിട്ടുള്ള ബന്ധം തീരുന്നത്? അപ്പൊ കുട്ടി എന്ത് അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് ഇവർ കാണുന്നത്. പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്ന രണ്ട് ടാക്ടിക്കുകൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരു ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാനായിട്ട് ഇവർ അനുവദിക്കില്ല. മറ്റൊന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടൈം, സ്പേസ് അല്ലെങ്കിൽ ഫിനാൻസ് എന്നിവയെ കൺട്രോൾ ചെയ്യും. ഇതുവഴി നിങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നടന്ന അതുല്യയുടെ വിഷയത്തിൽ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ കുട്ടീനെ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ടൈം, സ്പേസ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്നതിന് അവരുടെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ ഉള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും അവരുടെ വായിൽ നിന്ന് തന്നെ ഒരു വോയിസ് റെക്കോർഡ് വഴി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്.